السلام عليكم ورحمة الله. الحمد لله رب العالمين. نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വേദിയിൽ ഉപവിഷ്ടരായ വിശ്രം നേതാക്കളെ, അതുപോലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഉപവിഷ്ടരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, കൊടകിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൊടക് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ഫാമിലി കോൺഫറൻസിൽ വന്നിരിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സംസാരിച്ചതുപോലെ കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയും അതിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ നൂറുകണക്കിന് ഫാമിലി കോൺഫറൻസുകൾ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി വിദേശങ്ങളിലും അതുപോലെ മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന കൊടക് ഭാഗത്തും അതുപോലെ ഗുഡല്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഫാമിലി കോൺഫറൻസ് നടക്കുകയുണ്ടായി. ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടുംബമാണ്. നാം സാധാരണ കേൾക്കാറുള്ളതുപോലെ കൂടുമ്പോൾ കുടുംബം അഥവാ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരിക്കുമ്പോൾ ഇമ്പമുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന അതാണ് കുടുംബം. എന്നാൽ ഇന്ന് മാതാപിതാക്കളും മക്കളും അങ്ങനെ ഇരിക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. മൊബൈലുകളിലും മറ്റു വലയങ്ങളിലും കുടുങ്ങി മക്കളും മാതാപിതാക്കളും വേറിട്ട് അവരുടെ റൂമുകളിൽ അനങ്ങാതെ, ശബ്ദമുണ്ടാക്കാതെ അതിൻ്റെ വലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒന്നിച്ചു കൂടാൻ സാധിക്കുന്നില്ല. അഥവാ ഒന്നിച്ചു കൂടിയാൽ തന്നെ ബഹളമയമായ ഒരു കുടുംബമാണ് പിന്നീട് ഉണ്ടാകുന്നത്. വിദേശങ്ങളിൽ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ, ഉപേക്ഷിച്ച സ്വതന്ത്ര ജീവിത പദ്ധതിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ സമുദായം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ അങ്ങേയറ്റത്തെ അരാജകത്വവും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. മാതാപിതാക്കളെ കൊല്ലുവാൻ, അവരെ രക്തം ചിന്തുവാൻ മക്കൾക്ക് യാതൊരു നാണവോ ഒരു പ്രയാസമോ ഇല്ല. അതേപോലെ സ്വന്തം മക്കളെ നിസാര കാര്യങ്ങൾക്ക് കൊല്ലുവാൻ മാതാപിതാക്കൾക്കും യാതൊരു മടിയുമില്ല. അങ്ങനത്തെ അപമാനകരമായ, വളരെ നിന്ദ്യതയാർന്ന, വളരെ വലിയ ഭയങ്കരമായ, ഭയാനകമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ സമൂഹം മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ 2 വർഷത്തോളമായി അവരുടെ കീഴിലുള്ള ഭാഗങ്ങളിലും അതുപോലെ വിദേശത്തുമൊക്കെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നാട്ടിലും നാം ഈ പരിപാടി നടത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ ഏത് രീതിയിൽ വളർത്തണമെന്ന് ഖുർആനും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കാനുണ്ട്. അത് മുഴുവനും നാം കേൾക്കുകയും പരിപാടിയുടെ അവസാനം വരെ സാഗൂതം വീക്ഷിച്ച് ശ്രദ്ധിച്ച് ഈ പരിപാടി വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്തിൽ 6-ാമത്തെ വചനമായി നമ്മെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങളെ സൂക്ഷിക്കുക, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കുക നരകത്തിൽ നിന്ന്. ആ നരകം എന്താണ്? വഖൂദുഹൻ നാസു വൽ ഹിജാറ.
കല്ലുകളെയും മനുഷ്യരെയും ചുട്ടുകരിക്കുന്ന ആ നരകശിക്ഷയിൽ നിന്ന്. അതിൻ്റെ കാവൽക്കാർ ആരാണ്? അവർ ദേഷ്യമുള്ളവരും കഠിനന്മാരുമായ, ഒരിക്കലും ദയ വരാത്ത മലക്കുകളാണ്. ആ മലക്കുകളുടെ സവിശേഷത, അവർ പരിക്കന്മാരാണ്. അള്ളാഹു എന്താണ് അവരോട് കൽപ്പിച്ചത് അത് മാത്രമാണ് അവർ ചെയ്യുക. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയില്ല. അഥവാ നരകശിക്ഷയിൽ അനുഭവിച്ചുകൊണ്ട് കാലാകാലം അവിടെ ജീവിക്കേണ്ടി വരുന്ന, മാത്രമല്ല ഈ ലോകത്തും സമാധാനവും ആശ്വാസവും ലഭിക്കാത്ത ഒരു ജീവിതമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബങ്ങളെയും അതുമൂലം അങ്ങനെ നമ്മുടെ സമൂഹത്തെയും രക്ഷിക്കേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയുടെ അവസാനം വരെ എല്ലാവർക്കും അത് ശ്രദ്ധിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ നമ്മുടെ സമൂഹത്തെ നന്നാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.